ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരണച്ചന്റെ 76ാമത് ശ്രാദ്ധാചരണത്തിന് തുടക്കം കുറിച്ചു. രോഗികളും അഗതികളും സമൂഹം മാറ്റി നിർത്തിയവരുമായവരുടെ സമുദ്ധാരണത്തിനായി കോതമംഗലത്തിന്റെ മണ്ണിൽ അത്യധ്വാനം ചെയ്ത കർമ്മധീരൻ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരണച്ചൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 76 ആണ്ട്. കോതമംഗലം കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ നേതൃത്വം നൽകി. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിലും കോതമംഗലം കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ മാത്യു കൊച്ചുപറമ്പിലും സഹകാർമ്മികരായി.
കണ്ണ് കുറ്റമറ്റെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്റെ പ്രകാശം അന്ധകാരമെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. രണ്ട് എഴുതന്മാന്മാരെ ശരീരനാണെന്നും ശ്രദ്ധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ രക്ഷിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിൽ നിന്നും ആരാധക സമൂഹമായ യുവതിയിൽ നിന്നും ആദ്യമായി ദേവദാസൻ എന്ന് വിളിക്കപ്പെട്ട പഞ്ഞിക്കാരനച്ഛൻ്റെ ഓർമ്മ ദിനമാണല്ലോ ആചരിക്കുന്നത്. അനേക വർഷങ്ങളുമായി 1947 മൺമൊഴിയുടെ വാങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കോതമംഗലം യുവതിയുടെ പ്രദേശമായിരുന്നു. കോതമംഗലത്ത് നിന്നും എറണാകുളത്ത് ചേർത്തല ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. യുവതിയിലും വേദപ്രചാരണ പ്രവർത്തനത്തിൽ നടത്തിയ ആളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം കോതമംഗലത്തോട് മാറ്റി കോതമംഗലത്ത് താലമഗിരി കുന്ന് അദ്ദേഹം സ്വന്തം പണം മുടക്കി വാങ്ങിച്ചു. അവിടെ ഒരു ദരിദ്രരെയും രോഗികളെയും ശുശ്രൂഷിക്കുന്ന പ്രസ്ഥാനം ആരംഭിച്ചു. അന്ന് ഇവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നില്ല, നാട്ടിൽ ദരിദ്ര ആശുപത്രി ഉണ്ടായിരുന്നില്ല. 1934 ധർമ്മയിക്കുന്നിലെ ചെറിയൊരു ആതുര ആലയം ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഈ രോഗികളെല്ലാം നോക്കിയിരുന്നത്. അദ്ദേഹം ഡോക്ടർ ഉണ്ടായിരുന്നു എങ്കിലും നേഴ്സിംഗ് ശുശ്രൂഷകളാണ് അദ്ദേഹത്തെ നടത്തിയിരുന്നത്. എത്രയോ വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. മദ്രാസിൽ പഠിച്ച് ഉന്നത ബിരുദം നേടിയ ഒരാൾ, സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ, കാൻഡീനിൽ പോയി വലിയ വിദ്യാഭ്യാസം നടത്തിയ ഒരാൾ, എല്ലാ തരത്തിലും വലിയ പദവി യോഗ്യനായിരുന്ന ഒരാൾ ദരിദ്ര രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട് തിരികെ എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായിരുന്നു. ചിന്തിക്കാൻ വയ്യായിരുന്നു. കാലഘട്ടത്തിൽ ഇങ്ങനൊരാൾ വലിയൊരു സ്ഥാനത്ത് ഇരിക്കേണ്ട ഒരു വൈദികൻ, വലിയ അറിവും ജ്ഞാനവുമുള്ള പ്രാപ്തിയുള്ള വൈദിക വാഗ്മിയായിരുന്ന വൈദികൻ, സമ്പന്ന കുടുംബത്തിലുള്ള വൈദികൻ ധർമ്മഗിരിക്കുന്നിലെ രോഗികൾക്ക് വേണ്ടിയിട്ട്, അതും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു ആതുരാലയം ആരംഭിക്കുന്നു. വളരെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നു. ഒരു കാലം കഴിയിട്ടിരിക്കുക മാനേജ്മെൻറ്റ് പഠിച്ചു. ആരും സഹായിക്കാൻ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷ വലിയ ഉദാഹരണമായ മനസ്സുകളുണ്ട്. അവരോട് വായിച്ചു. എൻ്റെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ എല്ലാം പ്രകാശിപ്പിക്കുന്നത്. കണ്ണ് പ്രകാശം വേണം. നമ്മൾ വിചാരിക്കുന്നത് കണ്ണ് എങ്ങനെയാണ് കാണുന്നത്? വസ്തുക്കളിൽ സൂര്യനെ രശ്മി പ്രകാശം വീശുമ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കണ്ണുകളിലൂടെ ഉണ്ടാകുന്നു. നമ്മുടെ കണ്ണുകളിൽ പഠിക്കുന്നു, കണ്ണുകൾ കാണുന്നു. നമ്മളുടെ അറിവ് ബൈബിൾ എഴുതിയ കാലത്ത് അത് വിചാരിച്ചത് അങ്ങനെയല്ല. അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചത് അതിലങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഈ കണ്ണ് ആണ് പ്രകാശം ചെയ്യുന്നത്. കയ്യിലൊരു ടോർച്ചുണ്ടെങ്കിൽ വഴിയിൽ കിടക്കുന്നത് കയറാണോ പാമ്പാണോ എന്ന് തിരിച്ചറിയാൻ ടോർച്ച് അടിക്കുന്നതായിട്ടാണ്. ഈ കല്ലാണോ ബ്രെഡാണോ എന്ന് ടോർച്ച് അടിക്കുന്നതിൽ കാണാം. ഇങ്ങനെയുള്ള കാഴ്ചയ്ക്ക് നമ്മുടെ കണ്ണ് ഒരു ടോർച്ച് പോലെ പ്രകാശിച്ച് വഴിക്കിടക്കുന്ന സാധനമോ പറമ്പിലുള്ള സാധനമോ അത് വസ്തുവാണോ, എന്ത് വസ്തുവാണ്, പാമ്പാണോ വഴുതാരിയാണോ എന്ന് തിരിച്ചറിയുന്നതിന് പ്രകാശിക്കും. നമ്മുടെ കണ്ണിൻ്റെ പ്രകാശമാണ് സഹായിക്കുന്നത്. ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണ് പ്രകാശം ചെയ്യുന്നു, കണ്ണ് കാണിച്ചു കൊടുക്കുന്നു. കണ്ണാണ് ഇത്. ഈ മനുഷ്യന് ഒരു ചണ്ടാളനാണോ, അല്ലെങ്കിൽ ഒരു ഹരിജനാണോ, അഥവാ ഒരു ബ്രാഹ്മണനാണോ, ഒരു പോറ്റിയാണോ ഞാൻ കണ്ണ് സഹായിക്കുന്നത്? പക്ഷെ കണ്ണ് പ്രകാശം വീശുമ്പോൾ ശരിയായ കണ്ണ്
പ്രകാശം വീശുമ്പോൾ ഈ കല്ലും പാമ്പും ഒക്കെ വ്യത്യസ്തമാണ് തിരിച്ചറിയാൻ സാധിക്കും. കണ്ണ് പ്രകാശം വീശുമ്പോൾ വലിയനാണ് വീരനാണ് ദൈവ മകൻ ആണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കണ്ണിന് പ്രകാശം സഹായിക്കുന്നു. ഇത് കണ്ണാണ് യഥാർത്ഥത്തിലെ മനുഷ്യൻ്റെ മഹത്വം കാണുവാനായിട്ട് സഹായിക്കുന്നത്. ഈ കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ആ ദൃഷ്ടികൊണ്ടാണ് ആളുകളെ നോക്കിയിരുന്നത്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ രൂപമോ അല്ല അദ്ദേഹം കണ്ടിരുന്നത്. അതിൻ്റെ നിറമോ അല്ലെങ്കിൽ അതിൻ്റെ വസ്ത്രമോ അദ്ദേഹം നോക്കിയിരുന്നത്. അപ്പോഴും വലിയൊരു ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശ്രമിച്ചിരുന്നു, അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അതേപോലെ കണ്ടിരുന്നത് ദൈവ മക്കളായിട്ടാണ് ഇരുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ കുലീന കുടുംബത്തിൽപ്പെട്ടവൻ, അവൻ കുലീന ജാതിയിൽപ്പെട്ടവൻ, അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ. അദ്ദേഹം വിചാരിക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവനും കുലീന ജാതിയിൽപ്പെട്ടവനും സമ്പന്നനും എല്ലാം ദൈവ മക്കൾ എന്ന രീതിയിലാണ് കാണണമെങ്കിൽ ഒരു ഉൾക്കാഴ്ചകളാണ്. അദ്ദേഹത്തിന് ഒരു ആത്മീയ ദൃഷ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രദേശങ്ങളിൽ വന്നിട്ട് ഒത്തിരി ആളുകളെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ദൈവങ്ങളോട് പ്രഘോഷിച്ചു. അവിടെ ഇരുന്നു സംസാരിച്ചു. ഇങ്ങനെ മനുഷ്യ ദൈവത്തിൽ വിലയുള്ളവരാണ്, ഒരു ദൈവമക്കളാണ് എന്നറിഞ്ഞുകൊണ്ട് ഒത്തിരി ആളുകളെ വിശ്വാസം പഠിപ്പിച്ച് വളർത്തിയ ഒരു ആചാര്യനായിരുന്നു. നാടുകാണിയിലും നീങ്ങുന്നതും ആരവഴിയും കുടുംബത്തിലും ഒക്കെ പോയി അവിടെയുള്ള സാധുജനങ്ങളെ കണ്ടു, അവരോട് സംസാരിച്ചു. അവരെ വിശ്വാസത്തിൻ്റെ പ്രകാശത്തോടെ ഹൃദയത്തിൽ ജ്വലിച്ചു. ഇങ്ങനെ വലിയ ഒരു വിശ്വാസ ദൗത്യം നിർവഹിച്ച ആളാണ് വിഷ്ണുപുലിക്കാരൻ. ഇത് വായിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ കാര്യം ഹൃദയം നല്ലതെങ്കിൽ എല്ലാം നന്നായി കാണാനായിട്ട് സാധിക്കും. ഒരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു. നല്ല ഹൃദയമുള്ളവർക്ക് യഥാർത്ഥത്തിലുള്ളവർ സ്നേഹിക്കാനായിട്ട് പറ്റും. ഹൃദയം ചുറ്റും പ്രകാശം മാത്രം ചെയ്യുന്ന സ്നേഹം ചെയ്യും. ഹൃദയം ചുറ്റും അനുകമ്പ ചെയ്യും, പരിഗണന വർഷിക്കും. ഹൃദയത്തിൻ്റെ വലിപ്പം, ഹൃദയത്തിൻ്റെ നന്മ ആണ് ചുറ്റുമുള്ളവർക്ക് ഈ വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കാൻ സഹായിക്കുക. ചില ആളുകൾക്ക് സമ്പത്തുണ്ടായിരിക്കും, പക്ഷേ ഹൃദയം ഇല്ലാത്തത് നമ്മൾ പറയുകയില്ലേ. ഹൃദയം ചെറിയ ഹൃദയമാണ്. ഹൃദയം വലിയ ഹൃദയമല്ല. വലിയ ഹൃദയം ഉണ്ടെങ്കിൽ ചുറ്റുപാടും സ്നേഹവും പരിഗണനയും ചൊരിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മോണ്ടിജോ പഞ്ഞിക്കാരൻ വലിയ ഹൃദയമുള്ളതായ അദ്ദേഹത്തിന് ആളുകൾ നോക്കിയാൽ അവരുടെ വലിപ്പം മനസ്സിലാക്കുമായിരുന്നു. ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്നതിനറിയാമായിരുന്നു. ഇതിൻ്റെ ആത്മാവുള്ളതുകൊണ്ട് ഇയാൾ ദൈവത്തിൻ്റെ ഒരു മകനാണ്, മകളാണെന്ന് അറിയാമായിരുന്നു. അദ്ദേഹം ആരെയും സ്നേഹിക്കുന്നത് രോഗികളെ പരിചരിക്കുവാനുള്ള എളിയ മനോഭാവം കാണിച്ചത് ഈ ദൈവത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്. മദ്രാസിൽ പോയി എംഎ പാസ്സായ ഒരാളാണ്. യൂറോപ്പിൽ റോമിൽ പോയി ഒരാളാണ്. പാകിസ്ഥാനിലും അയർലൻഡിലും പ്രസംഗിച്ച് ഐഡി വാങ്ങിച്ച ഒരാളാണ്. എല്ലാ തലത്തിലും അങ്ങേയറ്റം അറിയപ്പെട്ട ഒരു വലിയ വ്യക്തിത്വ ഉടമ. ഇങ്ങനെ സാധുക്കളിലൊക്കെ ദൈവമക്കളെ കാണണമെങ്കിൽ, ആത്മാവിനെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ വലിയ വിശുദ്ധിയുടെ ഒരു ശക്തി ഉണ്ടായിരിക്കണം. അങ്ങനൊരാളാണ് വിശ്വസിക്കാരൻ. നമ്മൾ അഭിമാനിക്കുക. നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. സർക്കാരിലേക്ക് ക്രിയാമാരുടെ യുവതക്കാരുടെ കഴിയപ്പെട്ടായിരുന്നു. അന്ന് നമ്മുടെ യുവതയിലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാകുന്ന, അദ്ദേഹത്തിൻ്റെ ഹൃദയമാകുന്ന പ്രകാശം അത് ഇവിടെ നിന്ന് ശോഭിച്ചപ്പോൾ ആളുകൾ മനസ്സിലാക്കി അദ്ദേഹം സാധാരണ രീതിയിലുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം സാധാരണ രീതിയിൽ വലിയ ഹൃദയമാണത്. അത് പരമനൈതികയും സമൂഹം തള്ളിയിരുന്ന തരത്തിൽ അധികാരിയും സ്നേഹിച്ചിരുന്ന ഉൾക്കൊണ്ടിരുന്ന ഒരു മക്കളായി കഴിഞ്ഞിരുന്ന വലിയ
വലിയ ദൈവത്തിനുള്ളതായിരുന്നു. ദൈവത്തെ രണ്ടു തരത്തിൽ കാണാം. ആവശ്യങ്ങൾ ചോദിച്ചാൽ തരുന്ന ഒരാളായിട്ട് കാണാം. അപ്പോഴും നമ്മുടെ ദൈവത്തിൽ ചോദിക്കുന്നത് തരണമേ എന്നാണ് ചോദിക്കുന്നത്. അതിലപ്പുറം ദൈവത്തെ കാണാൻ സാധിക്കും. ശരി ദൈവത്തെയും അല്ലാത്ത ദൈവത്തെയും കാണാൻ സാധിക്കും. സമ്പത്ത് കൂട്ടി വെച്ചുകൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാകുകയില്ല. സമ്പത്ത് കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ സൗഭാഗ്യം ലഭിക്കുകയില്ല. സമ്പത്ത് കൂട്ടി വെച്ചുകൊണ്ട് ശക്തി ഉണ്ടാകുകയില്ല. സമ്പത്ത് കൂടുതൽ അടിമത്തത്തിലോട്ട് നയിക്കുന്നു. കൂടുതൽ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. സമ്പത്ത് കൂടുതൽ അത്യാഗ്രഹത്തോട് കൂടുതൽ വേണമെന്ന് അത്യാഗ്രഹത്തോട് സമ്പത്ത് ഔഖ്യത്തിലോട്ട് നയിക്കും. ഔഖ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും വലിയ ആളാണ്, എല്ലാവരും ആദരിച്ചു കൊടുക്കുന്ന ചിന്തയിലൂടെ സമ്പത്ത് നയിക്കും. ജംഷഡ്ജി ടാറ്റ, JRD ടാറ്റ, പരിചയ ടാറ്റ, JRD ടാറ്റ നേരിയ ആളുകൾ ബഹുമാനിച്ചത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. ടാറ്റ സൗഭാഗ്യം കൊടുത്തത് എന്താണെന്ന് അവർ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിചാരം? ടാറ്റ പറഞ്ഞ്, ഞാൻ ആദ്യം സ്വത്തുണ്ടാക്കാനായിട്ട് നോക്കി, വേഗം സമ്പാദിച്ചു കൂട്ടി, അതുകൊണ്ട് എനിക്ക് തൃപ്തിയൊന്നുമില്ല. ഇനി ഞാൻ വിലപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ നോക്കി. രത്നങ്ങൾ, വജ്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ എല്ലാം വാങ്ങിച്ചു. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ടായില്ല, മനസ്സിന് ശാന്തി ലഭിച്ചില്ല. അപ്പോൾ ഞാൻ സമ്പത്തിനെന്നാൽ ചെയ്യാം, ബിസിനസ്സിൽ വ്യാപാരത്തിലേക്ക് വളരാൻ തീരുമാനിച്ചാൽ വ്യാപാരത്തിൽ വളർന്നു. ഇന്ത്യയിലെയും അമേരിക്കയിലെയും ഒക്കെ പെട്രോൾ വ്യാപാരത്തിൻ്റെ 95% ഞാൻ പിടിച്ചെടുത്തു. അപ്പോൾ ഇത്രയേറെ പെട്രോൾ കച്ചവടമുണ്ടായി. സമ്പത്ത് ഹിമാലയത്തിന് മുകളിലിരിക്കുന്ന അന്നും എനിക്ക് സന്തോഷമുണ്ടായില്ല. എന്താണ് സന്തോഷം നൽകിയതെന്ന് സമ്പത്ത് മനുഷ്യൻ്റെ ഹൃദയത്തെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുകയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതാ പറഞ്ഞു, ഇതെല്ലാം ഞാൻ നോക്കി കുത്തി സമ്പാദിച്ചു കൂട്ടി. ഇവിടെ മൂന്നാറിലെ കണ്ടകൾ തോട്ടം വാങ്ങിച്ചു ഇന്നും ഇന്നും ഈ വ്യാപാരശാലകൾ ഈ ബിസിനസ്സുകൾക്ക് നൽകി. കണ്ടുപോരാത്തോട് സമ്പത്ത് രത്നങ്ങൾ വാങ്ങിച്ചു. അതുപോലെ പിന്നെ ആ പിന്നീടെയും വിഷയിലെല്ലാം പെട്രോൾ കച്ചവടം എടുത്തത്. അതുപോലെ എന്തുകൊണ്ടാണ് സമാധാനം ഉണ്ടായത്, എന്തുകൊണ്ടാണ് സന്തുഷ്ടി ഉണ്ടായത്, എന്താണ് അദ്ദേഹത്തിന് സൗഭാഗ്യം പ്രദാനം ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യം എന്താണ് സൗഭാഗ്യം പ്രദാനം ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക്, അത് ദരിദ്ര കുട്ടികൾക്ക്, അരിവില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിൽ കഴിയുന്ന കുട്ടികൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കാൻ നിശ്ചയിച്ചു. അവിടെ അന്വേഷിച്ച് 500 കുട്ടികളെ കിട്ടി. 500 കുട്ടികൾ കൊണ്ടുവന്ന അദ്ദേഹം അവർക്ക് കൃഷ്ണാന്റെ ഭോജനം തൃപ്തിയാകുന്നുള്ള ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വിളമ്പി കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. കുട്ടികളിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തു. അടുത്തിരുന്ന ഒരു കുട്ടി ടാറ്റയെ പലതവണ തുറിച്ച് നോക്കുന്നത് കണ്ടു. ടാറ്റ JRD മരിച്ചത്. ടാറ്റ ചോദിച്ചു, മനന്താ നോക്കുന്നത്? അവിടെ കൊച്ചു പറഞ്ഞു, ഞാൻ അങ്ങയുടെ മുഖം ഒന്ന് മനസ്സിൽ ഓർക്കാൻ വേണ്ടി നോക്കുകയാണ്. കാരണം അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ എനിക്ക് മുഖങ്ങളെ തിരിച്ചറിയുള്ളൂ, അങ്ങയുടെ മുഖം അതെനിക്ക് കണ്ടാൽ തിരിച്ചറിയുള്ളൂ. ഇത് ടാറ്റയാണ് മനസ്സിലാകണമെന്ന് എന്നാണ് ഞാനങ്ങനെ മുഖത്തോട് ഇങ്ങനെ പലതവണ നോക്കിയത്. അപ്പോൾ ആ നിഷ്കളനായ കുട്ടി അവൻ അറിയാം ടാറ്റ സ്വർഗത്തിലെത്തുന്നു, അറിയാം അവനും സ്വർഗത്തിലെത്തുന്നത്. സ്വർഗത്തിലെ ആളുകളുടെ ഇടയ്ക്ക് ഈ ടാറ്റയുടെ മുഖം കണ്ടാൽ തിരിച്ചറിയണം. പറഞ്ഞു, ഇതാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമെന്ന നിമിഷം അതായിരുന്നു. ആശ്വാസം എന്ന നിമിഷം, ഏറ്റവും സന്തോഷം എന്ന നിമിഷം. ആ കൊച്ചുകുഞ്ഞ് അങ്ങനെ പറഞ്ഞു, എന്താണ് യഥാർത്ഥ സൗഭാഗ്യം പ്രധാനം? സമ്പത്ത് അല്ല. സമ്പത്ത് പോയി കിട്ടിയതുകൊണ്ട്, അളവില്ലാത്ത കണം ഉള്ളതുകൊണ്ട് ഒരാൾ ജീവിതവും സൗഭാഗ്യമാകുകയില്ല എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു. ഇതിനെയാണ് എന്നും സത്യപ്രധാനം സമ്പത്ത് ആകുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ
താൻ നിരാശനായി തീരും. പഞ്ഞിക്കാരനച്ഛന് പരിഗണന, സ്നേഹം, അങ്ങേയറ്റം അനുകമ്പ വർഷിച്ച ജീവിതമായിരുന്നു. മറ്റുള്ള കാര്യത്തിൽ പരിഗണന കാണിക്കുന്നവരെ വളർത്തുവാനുള്ള ഒരാൾ, അത് വേദന അറിയുവാനായിട്ട് സൗഖ്യം കൊടുക്കുവാനായിട്ട് ശ്രമിച്ച ഒരാൾ. ഇനി എല്ലാ തരത്തിലും വിശ്വാസം അവർക്ക് കൊടുക്കുവാൻ നോക്കി, ആരോഗ്യം കൊടുക്കാൻ നോക്കി, ജീവിതത്തെ ധന്യമാക്കാൻ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ വളർത്തുവാൻ നോക്കിയ മഹാനുഭാവനായിരുന്നു പഞ്ഞിക്കാരനച്ഛൻ. ഇന്ന് ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവിശുദ്ധി സഭ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ താമസിയാതെ ധൈര്യം വിശ്വസിക്കാം. ഇന്ന് അദ്ദേഹം ദേവദാസനും കരിമനുഷ്യൻ പിന്നീട് വാഴ്ത്തപ്പെട്ട എന്നാണ് സഭരാണ്ടിരിക്കുക. നമ്മുടെ കോതമംഗലം പ്രദേശത്ത് നിന്നും ഒരാൾ ദേവദാസനായി താമസിയാൻ ധന്യനാകും. ദേവദാസൻ ധന്യനായ ശേഷം ദേവദാസൻ വാഴ്ത്തപ്പെട്ടവരായിത്തീരും, ഒരു വിശുദ്ധനായിത്തീരും പ്രതീക്ഷിക്കാം. ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി പേർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകാറുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹം അനുഭവിച്ച ഒരാളാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് അനുഭവം വൈദ്യമാക്കി കൊടുത്ത ഒരാളാണ് പഞ്ഞിക്കാരനച്ഛൻ. ദൈവത്തിൻ്റെ സന്നിധിയിലെ ശക്തനാണ്. നമുക്ക് ദൈവത്തെ പ്രാർത്ഥന ധാരാളമായി തീരും. നമുക്ക് വേണ്ടിയിട്ട് പ്രകാരം അധ്വാനിച്ച വ്യക്തികൾ ചെയ്ത നമ്മുടെ നാട്ടിനെക്കുറിച്ച് നമ്മുടെ ഒരാൾ ദൈവസന്നിധിയിലെ വലിയനായി പ്രഖ്യാപിക്കപ്പെടട്ടെ, സഭ അംഗീകരിക്കട്ടെ, അങ്ങനെ എല്ലാവരുടെ അഭിമാനമായി തീരട്ടെ എന്ന് പ്രയാസിക്കാം. അതിനാൽ ഞാൻ പ്രാർത്ഥിക്കാം. ദേവദാസൻ്റെ മരണവാർഷികം മരണം ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ സ്കൂൾ കുട്ടിയായപ്പോഴാണ് പത്രത്തിലെ അദ്ദേഹം മരിച്ചതായുള്ള വാർത്ത വായിക്കുന്നത്. കൃത്യമായിട്ട് ആരാണ് പഞ്ഞിക്കാരനച്ഛൻ അറിഞ്ഞുകൂടാ. ഒരു വലിയൊരാളാണ് വിജയമായിരുന്നു പത്രത്തിൽ അങ്ങനെ കൊടുത്തിരുന്നത്. അങ്ങനെ പ്രസിദ്ധരായ ഒരാൾ, വലിയൊരാൾ, ഏറെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാൾ. താമസിയാതെ ദൈവാനുഗ്രഹത്താൽ മാറ്റപ്പെട്ടവൻ ധന്യൻ വിശുദ്ധനായി തീരും എന്ന് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. അതാണ് നമ്മുടെ ദൈവസന്നിധിയാണ്. ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ നാമകരണ നടപടികൾ നന്നായി പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. വിശുദ്ധരിൽ സംപ്രീതനായ ദൈവമേ, ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പുതിയ പ്രമാണം ഞങ്ങളെ പഠിപ്പിച്ച ഈശോ മിശിഹായെ അനുകരിച്ച് അങ്ങേ മഹത്വത്തിനും അനേകമില്ല അങ്ങേ ദിവസ്നേഹം പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും വലിയ ഈ സഹോദരനിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്
ഈശോമിശിഹായുടെ തിരുവചനത്തിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് അനേകരുടെ ശാരീരിക സൗഖ്യത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി താഴ്മയോടെ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനെ വിശുദ്ധന്റെ ഗണത്തിൽ ചേർക്കണമേ. അച്ഛനിൽ വിളങ്ങിയിരുന്ന ദൈവത്തിന്റെ മനസ്സിനോടുള്ള വിധേയത്വവും വിനീതമായ അനുസരണവും അഗാധമായ എളിമയും ദൈവപരിപാലനയിലുള്ള ആശ്രയവും പ്രേക്ഷിത തീക്ഷ്ണതയും രോഗികളോടും ദരിദ്രരോടുമുള്ള കരുണാർദ്ര സ്നേഹവും ഞങ്ങളിലും വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ. ജീവിതകാലത്ത് അനേകർക്ക് ആശ്രയവും ആലംബവുമായിരുന്ന ചിന്തയും പ്രിയപ്പെട്ടുള്ള മാനസ ശക്തിയും ഏവരും അറിയുവാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നതും ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നതുമായ പ്രത്യേക എല്ലാ അനുഗ്രഹങ്ങളും കഞ്ഞിക്കാരനച്ഛൻ്റെ മാനസ്ഥ വഴിയായി ഞങ്ങൾക്ക് നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ ദൈവനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരി നിറഞ്ഞ വിളിക്കുകയും സങ്കടത്തിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവ് സർവേശ്വരനായ ദൈവം വർദ്ധിക്കും. മഹിമയുടെ ദിവ്യ നാൾ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നിലവാരത്തോരം ആവേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശത്തിലും ഭൂമിയിലും ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര Thank you.
അകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. വിളിക്കുന്നു അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ വൈദിക സഹോദരൻ കൽപ്പനിക്കാരനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പ്രബന്ധവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥന്റെയുമായ ശിവായ എന്റെ മനുഷ്യരുടെ ആർത്തൊടുവാനും ഭൂതന്മാരുടെ ആത്മയോടുകൂടി മാനവേകളുടെയും പ്രദക്ഷിണാകുകയും സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷയായി അവിടെ നിന്നുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരും വേർതിരിക്കപ്പെടുകയും ദിവസത്തിന്റെ തിരഞ്ഞെടുപ്പുകളുമായി ലോകാരംഭത്തിൽ സജ്ജമാകുന്നു. സ്വർഗരാജ്യങ്ങളെയും സഹോദര വൈദ്യനെയും സ്വീകരിക്കുകയും ഞങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറോടെ എന്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. തികഞ്ഞ ദൈവസ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും പാരമ്യത്തിൽ ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കുക എന്ന ദർശനത്തോടെ ജീവിതം സമർപ്പിച്ച പുണ്യപിതാവാണ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ. 61 വർഷത്തെ ഈ ലോക ജീവിതത്തിൽ തന്റെ ഉത്കൃഷ്ടമായ സേവനവും പ്രേക്ഷിത ചൈതന്യവും വഴിയായി ഭാരതസഭയിലും കേരള സഭയിലും ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ പുണ്യചരിതനാണ് അദ്ദേഹം. ഈ വന്യപിതാവ് നമ്മെ വേർപിരിഞ്ഞിട്ട് 76 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ നാടിന്റെയും മനുഷ്യ മക്കളുടെയും പുരോഗതിയിലും വളർച്ചയിലും സവിശേഷമായ സംഭാവനകൾ നൽകിയ പഞ്ഞിക്കാരനച്ചന്റെ ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കാം. 1934 ധർമ്മഗിരി ആശുപത്രിക്കും 1944
ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിനും രൂപം നൽകിയതിലൂടെ ദരിദ്രരും നിരാലംബരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സഹോദരങ്ങളുടെ ജീവിതത്തിന് ഉണർവും പ്രത്യാശയും നൽകുവാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കോതമംഗലം കേന്ദ്രമാക്കി രോഗീ പരിചരണം പ്രേക്ഷിത ദൗത്യമായി സ്വീകരിച്ച് ആത്മരക്ഷ സാധ്യമാക്കുക എന്ന അച്ഛന്റെ സ്വപ്നം നമ്മിലൂടെ തുടർന്നും സാക്ഷാത്കരിക്കപ്പെടട്ടെ. അച്ഛന്റെ മാധ്യസ്ഥ ശക്തിയും വിശുദ്ധിയും ലോകമെങ്ങും അറിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യചരിതാഞങ്ങളും നിറപ്പൂക്കളേന്തിയണഞ്ഞിടാം. നീ ധന്യമാക്കിയ ജീവിതം കണ്ടു മോദം വാഴ്ത്തിടാം. പുണ്യചരിതാഞങ്ങളും നിറപ്പൂക്കളേന്തിയണഞ്ഞിടാം. നീ ധന്യമാക്കിയ ജീവിതം കണ്ടു മോദം വാഴ്ത്തിടാം. ദൈവദാസ ദൈവദാസ പഞ്ഞിക്കാരൻ ജോസഫച്ച പ്രാർത്ഥിക്കേണേ. യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു. യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു.